ബിസിനസ് കോൺക്ലേവ് 2025 സീസൺ 3 എന്ന പരിപാടിയുടെ ഭാഗമായാണ് ശ്രീമതി ബിന്ദു റോണിക്ക് സക്സസ് കേരള ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് നൽകി ആദരിച്ചത്. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ചിഞ്ചറാണിയും ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു. കെ പ്രശാന്ത് എംഎൽഎ എക്സലൻസ് സർട്ടിഫിക്കറ്റ് കൈമാറി. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചിഞ്ചറാണിയും ചേർന്ന് നിർവഹിച്ചു. മുൻ മന്ത്രി വി സുരേന്ദ്രൻപിള്ള, വട്ടിയൂർക്കാവ് എംഎൽഎ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, പാഴ്ച ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ, ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ജനറൽ മാനേജർ സജിത ജിന്നാൾ, കൗൺസിലർ പാളയം രാജൻ, ജസിന്ത മോറിസ്, സിനി ആർട്ടിസ്റ്റ് മായ സുബു, രഞ്ജിത്ത് കൊല്ലങ്കോണം എന്നിവർ ചടങ്ങിൽ ഹായ്, ഞാൻ ബിന്ദു റോണി, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഇങ്ങനെ സക്സസ് കേരളയുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. വിളിച്ചെങ്കിലും ഇങ്ങനൊരു ടോക്ക് ഉണ്ടാവുന്നൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് വർക്ക് ചെയ്ത ശീലമുള്ളൂ, ആളുകളെ ഇങ്ങനെ അഭിമുഖീകരിച്ചൊന്നും സ്റ്റേജിൽ സംസാരിച്ചോ അങ്ങനെയൊന്നും ശീലമില്ല. ഞാൻ കഴിഞ്ഞ 27 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുവാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഒട്ടും ആഗ്രഹിച്ചു വന്നൊരു ഫീൽഡൊന്നുമല്ല. നേഴ്സിംഗ് ആയിരുന്നു ഇഷ്ടപ്പെട്ട വിഷയം. അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അത് പഠിക്കാൻ പറ്റാതെ ഒട്ടും ഇഷ്ടപ്പെടാതെ വന്നൊരു മേഖലയാണ് ബ്യൂട്ടീഷ്യൻ. അന്നൊരു കാലത്ത് ഇത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ബ്യൂട്ടീഷ്യനാണെന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞ അപമാനമായിരുന്നു. ആര് ചോദിച്ചാലും എന്താ കോഴ്സ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കോസ്മെറ്റോളജി ആണെന്നേ പറയുള്ളായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയും ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് എന്നതിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കോഴ്സ് പഠിപ്പിച്ച് കഴിഞ്ഞപ്പം അവർ പറയുമായിരുന്നു, ഈ കോഴ്സിലൊരു ഇതായിരുന്നു, നമുക്ക് മറ്റുള്ള ആളുകളെ അഭിമുഖീകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മറ്റൊരു സ്ത്രീയോട് തുറന്നു പറയുവാനും അതിന് പരിഹാരം കാണാനുള്ള ഒരു വേദിയുമാണ് ഈ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് അന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഇന്ന് പലരും വന്ന് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ മുതൽ അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുകയും അവർക്കതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കും, നമ്മളാൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് തുറന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഒത്തിരി വളരെ വലുതാണ്. ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിലേക്ക് വന്നതല്ല. ചെറിയ ചെറിയ തോതിൽ തുടങ്ങിയാണ്. ഞാൻ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഇന്ന് 6-7 സ്റ്റാഫുള്ള ഒരു സ്ഥാപനത്തിൽ എത്തിച്ചേർന്നത്. ഇതിനിടയ്ക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോകുന്ന കോവിഡിന് ഒരു തൊട്ട് മുന്നേ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ദൈവത്തിന് തോന്നി, ഇവൾ ഇത്ര സക്സസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ചാടിച്ചേക്കാൻ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല നിലയിൽ അത്യാവശ്യം പേരെടുത്തു പോകുന്ന കാലഘട്ടത്തിൽ എനിക്ക് ക്യാൻസറിൻ്റെ രൂപത്തിൽ വില്ലൻ വന്നു. അപ്പം എനിക്ക് മനസ്സിലൊരു വാശി തോന്നി, നമ്മൾ ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇപ്പം ഞാൻ വീണ് പോയി കഴിഞ്ഞാൽ നമ്മളെ വലിച്ച് താഴെ ഇടാൻ ഒത്തിരി പേര് നമ്മുടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ താണു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഉയർന്നു വരില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന ഇത്രയെങ്കിലും നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസിൽ എത്തിച്ചേർന്നത്. 8 കീമോ ചെയ്തു, 2-3 സർജറികൾ, റേഡിയേഷൻ, അങ്ങനെ ഒരു വർഷത്തിൻ്റെ അടുത്ത് നീണ്ട ചികിത്സകളിലൂടെ കടന്നുപോയി. ആ കടന്നുപോയ കാലഘട്ടത്തിൽ ഇന്ന് ഞാൻ എത്ര ജോലി ചെയ്യുന്നോ അതിൽ കൂടുതൽ ആ കാലഘട്ടത്തിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞേ, നമ്മളെ വലിച്ചിടാൻ പുറകിൽ ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾക്ക് മുന്നേറിയേ തീരൂ എന്നുള്ളൊരു വാശി. ഓരോ ബിസിനസ്സുകാരെ സംബന്ധിച്ചും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊന്ന് താണാൽ നമ്മളെ വലിച്ചടിക്കാൻ പുറകിൽ നമ്മളെക്കാൾ കഴിവുള്ളവർ പുറകിലുണ്ട്. അപ്പം നമ്മൾ പിടിച്ച് കയറിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ കാലഘട്ടത്തിൽ അന്ന് ഞാൻ വർക്ക് ചെയ്യാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഇത്രയും ഇന്നാള് ആ ട്രീറ്റ്മെൻറ്റ് കാലയളവിൽ സത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് മേക്കപ്പിൽ ആ ഒരു അടുത്ത പ്രദേശത്ത് നമ്മുടെ അടുത്ത് ആരും തോൽപ്പിക്കാനില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തുടർന്നും ഇങ്ങനെ തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം.
താങ്കൾ എന്തായാലും ഈ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. എന്തായാലും മാഡത്തിനോട് ഒരു കാര്യം ചോദിക്കാം. പൊതുവെ ഇതൊക്കെ സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഫ്രീലാൻസ് എന്ന് പറയുന്ന മോഡലാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ വരുന്നത്. അതെങ്ങനെയാണ് ഒരു ബിസിനസിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നത്? ഇപ്പൊ താങ്കൾ ഇത് സെൽഫ് എംപ്ലോയ്മെന്റിന്റെ പോലെ ഫ്രീലാൻസർ തുടങ്ങി, ഇപ്പൊ അതൊരു ബിസിനസിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പതുക്കെ മാറുന്നു. അപ്പൊ അവിടെ എന്തൊക്കെയാണ് കാര്യം ശ്രദ്ധിച്ചത് ചുരുക്കത്തിൽ? നമ്മൾ എന്ത് കാര്യവും നമ്മൾ നന്നായി ചെയ്താൽ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാറി, അവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ മാറിയാണ് എൻ്റെ സ്ഥാപനം. പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ ടൗണിൽ വലിയ വലിയ ബ്രാൻഡുകൾ ഉൾപ്പെടെ ഒത്തിരി പാർലറുകളുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഇന്ന് വരെ ഒരു കസ്റ്റമറെ എൻ്റെ അടുത്തേക്ക് വിളിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റാത്ത കുഴപ്പമുള്ളൂ. വരുന്ന എൻക്വയറികളുടെ പകുതി പോലും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഏത് മേഖലയിലായിരിക്കുന്നോ അവിടെ 100% നമ്മളെ തന്നെ അർപ്പിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വിജയം പിന്നാലെ വന്നോളൂ. താങ്ക് യു.